ഹലോ, നോളജ് ബ്ലോഗറിന്റെ ഈ വീഡിയോയിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ പ്ലാസ്മനെ കുറിച്ചും ഫോമിഡ് എലമെന്റ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ്സിനെ കുറിച്ച് പറയാം. അപ്പൊ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ട്. MN സിസ്റ്റം, ABO സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മളിപ്പോ നാഷണൽ വൈഡ് ആയിട്ട് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ആൻഡ് RS ഗ്രൂപ്പിംഗ് സിസ്റ്റം ആണ്. ഇപ്പൊ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് നമുക്കറിയാം, നമ്മളെല്ലാവർക്കും നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവ്, B പോസിറ്റീവ്, A നെഗറ്റീവ് അങ്ങനെ ഏതെങ്കിലും ഒക്കെ A പോസിറ്റീവ്, B പോസിറ്റീവ്, O പോസിറ്റീവ് അല്ലെങ്കിൽ AB നെഗറ്റീവ്. അപ്പൊ അതിൽ ഈ ABO എന്ന് പറയുന്ന ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ABO ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ABO ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ, ഈ പോസിറ്റീവ് നെഗറ്റീവ് ഇതിനെയാണ് നമ്മൾ RH ഗ്രൂപ്പിംഗ് എന്ന് പറയാം. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്താ RH ഗ്രൂപ്പിംഗ്. അപ്പൊ ഇതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മളെ RBCയുടെ സർഫസിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആന്റിജൻ വെച്ചിട്ടാണ് നമ്മൾ ABO ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ടു സർഫസ് ആന്റിജൻ അല്ലെങ്കിൽ കെമിക്കൽ ദാറ്റ് ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓൺ ദ RBC നെയിംലി ALP. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് RBC എന്ന് പറയുന്നത് ബൈകോൺകേവ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ലാത്ത സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഇതിന്റെ സർഫസിന്റെ മുകളിൽ എന്തുണ്ടാവും? AB എന്ന് പറയുന്ന ചില സർഫസ് ആന്റിജൻസ് ഉണ്ടാവും. ഈ ആന്റിജൻസിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ABO ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ RBCയിൽ ഈ സർഫസ് മെമ്പറിന്റെ മുകളിലുള്ള ഈ ആന്റിജൻ എന്താ? ഗ്ലൈക്കോപ്രോട്ടീൻ. ഈ ആന്റിജൻ എന്ന് പറയുന്നത് ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ A or B എന്ന് പറഞ്ഞ രണ്ട് ആന്റിജൻസ് ആണ് നമുക്കുള്ളത്. അപ്പം ഇതില് RBC മെമ്പർ ഇതിന്റെ മുകളിൽ A എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ടെങ്കിൽ അത് ഏതാണ്? A ബ്ലഡ് ഗ്രൂപ്പാണ്. ഇനി B എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ടെങ്കിൽ അതേതാണ്? B ബ്ലഡ് ഗ്രൂപ്പാണ്. ഓക്കെ, A എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ടെങ്കിൽ അത് A, B എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ടെങ്കിൽ അത് B. ഇനി രണ്ടും ഉണ്ടെങ്കിലോ, Aയും Bയും ഉണ്ടെങ്കിലോ അതാണ് AB ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡൗട്ട് വരും, നമ്മൾ O ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് കേൾക്കാറുണ്ടല്ലേ. അപ്പൊ A എന്താ? A എന്ന് പറയുന്ന ആന്റിജൻ RBCന്റെ മെമ്പറിന്റെ മുകളിൽ A എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട്. B എന്ന് പറഞ്ഞാൽ എന്താ? B എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട്. Aയും Bയും ഉണ്ടെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പാണ്. ഇനി O എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് ആന്റിജനും ഇല്ല. RBC മെമ്പറിന്റെ മുകളിൽ ഈ രണ്ട് ആന്റിജനും ഇല്ല എങ്കിൽ അതിന് നമ്മൾ O എന്ന് പറയും. ജസ്റ്റ് ആന്റിജൻ ഓരോ ബ്ലഡ് ഗ്രൂപ്പിലും ഏതൊക്കെ ആന്റിജൻസ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത് മനസ്സിലായല്ലോ. RBCയുടെ മെമ്പറിന്റെ മുകളിൽ A or B എന്ന് പറയുന്ന രണ്ട് ആന്റിജൻസ് ആണ് ഉണ്ടാവുക. അതിൽ A മാത്രം ഉള്ളെങ്കിൽ നമ്മൾ A ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയും. B മാത്രമാണെങ്കിൽ നമ്മൾ B ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയും. രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ AB ബ്ലഡ് ഗ്രൂപ്പ് പറയും. രണ്ടും ഇല്ലെങ്കിൽ അതാണ് O ബ്ലഡ്. ഓക്കെ, ഈ ആന്റിജൻ പ്രസന്റ് ആയിട്ടുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ആന്റിബോഡീസ് ഉണ്ടാവും. അപ്പം ഈ RBC ഉണ്ട്, RBCയുടെ ചുറ്റും പ്ലാസ്മ ഉണ്ട്. ഈ പ്ലാസ്മയിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള എന്തുണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീൻസിനെയാണ് നമ്മൾ ആന്റിബോഡി എന്ന് പറയുന്നത്. അപ്പം ആന്റിജന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. RBC മെമ്പറിന്റെ മുകളിൽ ആന്റിജൻ എന്ന് പറയുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. അത് A എന്ന് പറയുന്ന ആന്റിജൻ ആണുള്ളതെങ്കിൽ A ബ്ലഡ് ഗ്രൂപ്പ്, B എന്ന് പറയുന്ന ആന്റിജൻ ആണുള്ളതെങ്കിൽ B ബ്ലഡ് ഗ്രൂപ്പ്, രണ്ട് A and B എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ടെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പ്, രണ്ടും ഇല്ലെങ്കിൽ എന്താ? O ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, ഇനി ഈ ആന്റിബോഡി ഈ RBCയുടെ ചുറ്റുമുള്ള പ്ലാസ്മയിൽ ഉണ്ടാകുന്ന ആന്റിബോഡി ഏതാ? ഈ ആന്റിജന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇപ്പം RBCയുടെ മുകളിൽ A എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട്. അപ്പൊ ഇതെന്താ? A ബ്ലഡ് ഗ്രൂപ്പ്. അപ്പം ഏതായിരിക്കും ആന്റിബോഡി ഉണ്ടാവുക? ഇതിന് ചുറ്റുമുള്ള പ്ലാസ്മയിൽ ഏത് ആന്റിബോഡി ആയിരിക്കും ഉണ്ടാവുക? A എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് അതായത് B എന്ന് പറയുന്ന ആന്റിബോഡിയാണ് ഉണ്ടാവുക. അതായത് ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണോ അതാണ് ആന്റിജൻ. നമ്മൾ A ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ A എന്ന് പറയുന്ന ആന്റിജൻ ആണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ ആന്റിജനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത്. A എന്ന് പറയുന്ന ആന്റിജൻ പ്രസന്റ് ആകുമ്പോൾ A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് നമ്മൾ. അപ്പൊ നമ്മളെ പ്ലാസ്മയിൽ ഉണ്ടാവുന്ന ആന്റിബോഡി എന്താ? ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റിബോഡിയാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ജസ്റ്റ് നോക്കുക, B ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരാൾ, അപ്പൊ അയാളുടെ ആന്റിജൻ എന്താ? B ആന്റിജൻ. അയാളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആന്റിബോഡി ഏതാ? A ആന്റിബോഡി.
ഇനി ഒരു എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾ, അപ്പൊ അയാൾക്ക് എ ആന്റിജൻ ഉണ്ട്, ബി ആന്റിജൻ ഉണ്ട്. അപ്പൊ അയാൾക്ക് ഏത് ആന്റിബോഡി ഉണ്ടാവുക? എ ആന്റിജനും ബി ആന്റിജനും ഇയാളുടെ RBCയുടെ മെമ്പറൈൻ മോൾ ഓൾറെഡി പ്രസന്റ് ആണ്. അയാൾ എ ബി ബ്ലഡ് ഗ്രൂപ്പാണ്. അയാളുടെ ബോഡിയിൽ ഏതെങ്കിലും ആന്റിബോഡി ഉണ്ടാവോ? ഇല്ല. അയാളുടെ ബോഡിയിൽ അപ്പം പ്ലാസ്മയില് ആന്റിബോഡീസ് ഉണ്ടാവില്ല. ഇനി RBCയുടെ മുകളിൽ രണ്ടും ഇല്ല, എയും ഇല്ല ബിയും ഇല്ല. അപ്പൊ അയാൾ ഏതാ ബ്ലഡ് ഗ്രൂപ്പ്? O ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ. അപ്പം അയാളുടെ ബോഡിയിൽ ഏതൊക്കെ ആന്റിബോഡി ഉണ്ടാവും? ബോത്ത് A and B ആന്റിബോഡി ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ആന്റിജൻ ഏതാന്ന് ഓർത്ത് വെക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റിബോഡി. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഈ ലാസ്റ്റ് കോളത്തിനെ കുറിച്ച് നമുക്ക്, ഈ ഡോണേഴ്സ് കോളം ഉണ്ടല്ലോ, ഇതിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പൊ ആദ്യം ഇത് മാത്രം ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ്, അയാളുടെ ആന്റിജനാണ് RBC ചെയ്ത എ. അപ്പൊ അയാളുടെ ആന്റിബോഡി ചെയ്ത ബി. ഈ ബിനെയാണ് നമ്മൾ ഇതൊരു ആന്റിബോഡി ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ആന്റി ബി എന്നാണ് പറയാം. അത്ര ആലോചിച്ചാൽ മതി. ആന്റി എന്ന് പറയുന്ന ടേം അത് ആന്റിബോഡി ആയതുകൊണ്ട് നമ്മൾ ആന്റി എന്ന് ഡിനോട്ട് ചെയ്യാം. ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ്, അയാളുടെ ബോഡിയിലുള്ള ആന്റിജൻ ഏതാ? ബി. അപ്പൊ അയാളുടെ ആന്റിബോഡി ഏതാ? എ, അല്ലെങ്കിൽ ആന്റി എ. ഇനി എ ബി ബ്ലഡ് ഗ്രൂപ്പ്, അയാളുടെ ആന്റിജൻ എന്താ? ബോത്ത് എ ആൻഡ് ബി. അയാളുടെ ആന്റിബോഡി എന്താ? അയാൾക്ക് ആന്റിബോഡി ഇല്ല. അടുത്തത് ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? O. അപ്പൊ അയാളുടെ ആന്റിജൻ എന്താ? അയാൾക്ക് ആന്റിജൻ ഇല്ല. അപ്പം ബോത്ത് A and B, ആന്റി A and B ആയിരിക്കും അയാളുടെ ആന്റിബോഡി. അപ്പൊ ഈ ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് മനസ്സിലായില്ലേ? ആന്റിജൻ ഏതായിരിക്കും പ്രസന്റ് ആവുക, ആന്റിബോഡി ഏതായിരിക്കും പ്രസന്റ് ആവുക. ഇത് രണ്ടുമാണ് നമ്മൾ ഫസ്റ്റ് ABO ബ്ലഡ് ഗ്രൂപ്പിൽ പഠിക്കാൻ. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് പഠിക്കാനുള്ളത്. അതെന്താ? ബ്ലഡ് ഗ്രൂപ്പ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡൊണേറ്റേഴ്സ്. നമുക്ക് ഏതൊക്കെ ബ്ലഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ബ്ലഡ് ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ABO ബ്ലഡ് ഗ്രൂപ്പിന് മാത്രമല്ല RS ബ്ലഡ് ഗ്രൂപ്പിനെയും നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് രണ്ടും ABO ആൻഡ് RS കമ്പാക്ടിബിലിറ്റി രണ്ടും സെയിം ആവുന്ന, അല്ലെങ്കിൽ രണ്ടും കോമ്പാക്റ്റബിൾ ആവുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ABO ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ RS ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് പറയാം. അപ്പൊ നമുക്ക് ഇത് ഭയങ്കര വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കാം. നമ്മൾ ഏതൊക്കെ പറയുന്നു? ബ്ലഡ് ഗ്രൂപ്പിംഗ് എങ്ങനെയാണ്? RBC മെമ്പറിന്റെ മുകളിൽ ഏതൊക്കെ ആന്റിജൻ ഉണ്ടാവും, അവരുടെ പ്ലാസ്മയിൽ ഏതൊക്കെ ആന്റിബോഡി ഉണ്ടാവും എന്ന് നമ്മൾ പറയും. ഇനി അടുത്തത് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം, ഒരു ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആരുടെ നിന്നൊക്കെ സ്വീകരിക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? ഒരു ബ്ലഡ് ഒരാൾ നമുക്ക് ബ്ലഡ് തരുന്നു. ആ ബ്ലഡ് തരുന്ന ആളാണ് ഡോണർ. അപ്പോ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പില് RBCയുടെ മുകളിൽ ഒരു ആന്റിജൻ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇയാൾ നമുക്ക് ബ്ലഡ് തരുമ്പോൾ ഈ RBC നമ്മുടെ ബോഡിയിലെത്തും, ആന്റിജൻ നമ്മുടെ ബോഡിയിലെത്തും. അപ്പൊ നമ്മളാണ് വാങ്ങുന്ന ആളാണ് റിസീവർ അല്ലെങ്കിൽ റെസിപ്പിയൻ. അപ്പൊ ഈ റിസീവ് ചെയ്യുന്ന ആളുടെ ബോഡിയിൽ പ്ലാസ്മയിൽ കുറച്ച് ആന്റിബോഡീസ് ഉണ്ടാവും ഇല്ലേ? ആന്റിബോഡീസ് ഉണ്ടാവും. അപ്പൊ ഈ ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ ആന്റിജനും സ്വീകരിക്കുന്ന ആളുടെ ആന്റിബോഡിയും എന്താവരുത്? സെയിം ആവരുത്. ഓക്കെ, ഇത് രണ്ടും സെയിം ആയാൽ അവിടെ അഗ്ലൂട്ടിനേഷൻ നടക്കും. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് ലാൻസ്റ്റൈനേഴ്സ് ലോ. ഓക്കെ, ലാൻസ്റ്റൈനേഴ്സ് ലോയിൽ കുറച്ച് 2-3 പോയിന്റ്സ് ഉണ്ട്, പക്ഷെ അതൊക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നമുക്ക് ജസ്റ്റ് ഈ കാര്യം മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ലോയുടെ പേരും ആലോചിച്ച് വെക്കുക. അപ്പൊ ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ ആന്റിജനും റിസീവ് ചെയ്യുന്ന ആളുടെ ആന്റിബോഡിയും സെയിം ആവരുത്. ഓക്കെ, ആന്റിബോഡിയുടെ ഫംഗ്ഷൻ എന്താ? ഡിസ്ട്രക്ഷൻ ആണ്. അപ്പൊ ഒരു ആന്റിജൻ വരുന്ന സമയത്ത് ഇപ്പം ഒരു A എന്ന് പറയുന്ന ആന്റിജൻ വരും. അപ്പൊ ഈ റിസീവറിന്റെ കയ്യിൽ അല്ലെങ്കിൽ റെസിപ്പിയന്റിന്റെ കയ്യിൽ ആന്റി A ഉണ്ടെങ്കിൽ എന്താ? ആന്റി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എഗെയിൻസ്റ്റ്. അപ്പൊ A എന്ന് പറയുന്ന ആന്റിജൻ വരുന്നു. ആന്റി A ഉണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് A ആയിട്ടുള്ള ആന്റിബോഡിയാണ് ഇയാളുടെ കയ്യിലുള്ളത്. അപ്പൊ ഇത് രണ്ടും റിയാക്ട് ചെയ്യും. അപ്പൊ അവിടെ ക്ലംസിംഗ് ഫോം ചെയ്യും. അപ്പൊ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താ? നടക്കില്ല. ഇങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടന്നാലും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇയാൾ മരിക്കും. ലൈക്ക് ബ്ലഡ് ക്ലോട്ടിങ് നടക്കും. അപ്പം നമ്മളത് പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ച കുഴപ്പമില്ല, നമുക്കത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഒരു A എന്ന് പറയുന്ന ഒരു ആന്റിബോഡി ആന്റി A ഉള്ള ആളിലേക്ക് നമ്മൾ A ആന്റിജൻ ഉള്ള ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു, നമ്മളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ബ്ലഡ് കട്ട പിടിക്കാൻ തുടങ്ങും, ബ്ലഡ് ക്ലോട്ടിങ് നടക്കും. അപ്പൊ അത് മരണത്തിലേക്ക് വരെ നയിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണിത്. കാരണം നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് മാത്രമല്ല RH കോമ്പാക്ടിബിലിറ്റി അല്ലെങ്കിൽ RH ബ്ലഡ് ഗ്രൂപ്പിംഗ് നോക്കിയിട്ട് നമ്മൾ RH ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇതേപോലെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മളിപ്പോ ABOനെ കുറിച്ച് പറയാതുകൊണ്ട് ഇത് മാത്രം ചിന്തിച്ചാൽ മതി. വെറുതെ രണ്ടും കൂടെ ചിന്തിച്ചിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവണ്ട. നമുക്ക് RHനെ കുറിച്ച് ഇപ്പൊ പറയാം. അപ്പൊ ജസ്റ്റ് ഈ കാര്യം മനസ്സിലായില്ലേ? എന്താണ്? ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ ആന്റിജനും ഡോണറിന്റെ ആന്റിജനും റെസിപ്പിയന്റിന്റെ ആന്റിബോഡിയും സെയിം ആവരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ബ്ലഡ് ഗ്രൂപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾ, A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുടെ ബോഡിയിൽ എന്താ ഉള്ളത്? ആന്റിജൻ ആയിട്ട് A ഉണ്ട് അയാളുടെ ബോഡിയിൽ. അപ്പം ഏതാണ് ആന്റിബോഡിയിൽ? ആന്റി B ഉണ്ട്.
അപ്പൊ അയാള് സ്വീകരിക്കുന്ന ബ്ലഡിൽ ബി എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ടാകാൻ പാടില്ല. ബി എന്ന് പറയുന്ന ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെയാ? എയും ഓയും. ഓയില് നമുക്കറിയാം 2 ആന്റിജനും ഇല്ല, ഇല്ലേ? അപ്പൊ ഓ ആർക്ക് കൊടുത്താലും കുഴപ്പമില്ല, കാരണം അവരിൽ ഒരു ആന്റിജനും ഇല്ല. അപ്പൊ ഒരു ആന്റിബോഡി ആയിട്ട് അവർ റിയാക്ട് ചെയ്യില്ല. അപ്പൊ ഓ എന്ന് പറയുന്നത് എന്താ? യൂണിവേഴ്സൽ ഡോണർ ആണ്. ഇനി എ ബി എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താ? എ ബിയുടെ കയ്യിൽ ഏതൊക്കെ ആന്റിജൻ ഉണ്ട്? എയും ഉണ്ട് ബിയും ഉണ്ട്, ഇല്ലേ? 2 ആന്റിജനും ഉണ്ട്. ഇവരുടെ കയ്യിൽ അപ്പം ആന്റിബോഡീസ് ഇല്ല. ഓക്കെ, അപ്പൊ ഏത് ബ്ലഡ് വന്നാലും ഇവരെന്ത് ചെയ്യില്ല? റിയാക്ട് ചെയ്യില്ല, കാരണം ഇവരുടെ കയ്യിൽ ആന്റിബോഡീസ് ഇല്ല. അപ്പൊ എ ബി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിപ്പോ ഒരു ഒ എന്ന് പറയുന്ന അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആള് അഡ്മിറ്റ് ആയി, അല്ലെങ്കിൽ അയാൾക്കൊരു പെട്ടെന്ന് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുണ്ട്. അപ്പൊ നമ്മൾ എന്നാ ഓക്കെ, ഇയാൾ എ ബി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആണല്ലോ, അപ്പം ഇയാൾക്ക് എന്ത് ചെയ്യാം? ഏതും കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എ ഉള്ള ആളല്ല കൊടുക്കുക. അങ്ങനെയല്ല ഇത്. നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആള്, അയാൾക്കൊരു ബ്ലഡ് ആവശ്യം വരുന്ന സമയത്ത് ഏറ്റവും നല്ലത് എ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനെ ഡൊണേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാനില്ലെങ്കിലാണ് നമ്മൾ ബാക്കി എ ബി ഒ എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അപ്പം യൂണിവേഴ്സൽ ഡോണർ ആരാണ്? എ ബി എന്ന് പറയുന്നത് ആരാണ്? യൂണിവേഴ്സൽ റെസിപ്പിയൻസ്. അപ്പൊ ഇത് മനസ്സിലായില്ലേ? അപ്പൊ ഈ ലാസ്റ്റ് കോളത്തിനെ കുറിച്ച് ഇപ്പൊ മനസ്സിലായില്ലേ? ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ ആന്റിജനും റിസീവ് ചെയ്യുന്ന ആളുടെ ആന്റിബോഡിയും സെയിം ആവരുത്. അപ്പൊ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന് എക്കും ഓക്കും ഡൊണേറ്റ് ചെയ്യാം. ബി എന്ന് പറയുന്ന ബ്ലഡ് ഉള്ള ആൾക്ക് ബിക്കും ഓക്കും ഡൊണേറ്റ് ചെയ്യാം. എ ബി എന്ന് പറയുന്ന ബ്ലഡ് ഉള്ള ആൾക്ക് എ ബിക്കും കൊടുക്കാം, എക്കും കൊടുക്കാം, ബിക്കും കൊടുക്കാം, ഓക്കും കൊടുക്കാം. ഒ എന്ന് പറയുന്നത് എന്താ? ഒ എന്ന് പറയുന്ന ആളുടെ ബോഡിയിൽ 2 ആന്റിബോഡി ഉണ്ട്, അല്ലെ? ആന്റി എയും ഉണ്ട്, ആന്റി ബിയും ഉണ്ട്. അപ്പൊ ഓക്ക് മാത്രമേ ഇയാൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഈ ആന്റിജന് എ വന്നാലും റിയാക്ട് ചെയ്യും, ബി വന്നാലും റിയാക്ട് ചെയ്യും. അപ്പൊ 2 ആന്റിജനും ഇല്ലാത്തത് ഓ മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതിനെ കുറിച്ചാണ് RH ഗ്രൂപ്പിനെ കുറിച്ച്. RH ബ്ലഡ് ഗ്രൂപ്പ്. അപ്പം ഈ RH ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന ഒരു ആന്റിജന്റെയും കൂടെ പ്രസൻസ് നമ്മൾ RBCയിൽ കണ്ടുപിടിച്ചു. അപ്പം റീസസ് മങ്കികളിൽ പ്രസന്റ് ആയിട്ടുള്ള RH ആന്റിജൻ ഉണ്ട്, അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന RH ആന്റിജൻ തന്നെയാണ് ഡി ആന്റിജൻ. അപ്പൊ RH ആന്റിജന്റെ വേറൊരു പേരാണ് ഡി ആന്റിജൻ. RH ആന്റിജൻ അല്ലെങ്കിൽ ഡി ആന്റിജൻ നമ്മൾ റീസസ് മങ്കിയിലാണ് ഫസ്റ്റ് കണ്ടുപിടിച്ചത്. അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ആന്റിജൻ നമ്മളുടെ RBC, ഹ്യൂമൻസിന്റെ RBCയിലും കണ്ടുപിടിച്ചു. ഇത് ഏകദേശം ഒരു 80% ആളുകളുടെ RBCയുടെ മുകളിലുണ്ട്. അപ്പം ഇതും നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ആന്റിജന്റെയും കൂടെ പ്രസന്റ് ആൻഡ് ആബ്സെൻസ് നോക്കിയിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ പാടും. അപ്പൊ ഈ ഡി ആന്റിജൻ അല്ലെങ്കിൽ RH ആന്റിജൻ RBCയിൽ പ്രസന്റ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RH പോസിറ്റീവ്. ഇത് ഇല്ലാത്ത ആളുകളെ നമ്മൾ RH നെഗറ്റീവ് പറയും. അപ്പൊ ഈ RH പോസിറ്റീവ് ആയ ആളുകളിലേക്ക് നമ്മൾ RH നെഗറ്റീവ് ബ്ലഡ് കൊടുത്താൽ അത്ര പ്രശ്നമല്ല. അതായത് നമുക്ക് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്, അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുമ്പോൾ പൊതുവെ RH പോസിറ്റീവ് ആൾക്ക് RH പോസിറ്റീവ് ബ്ലഡ് തന്നെയാണ് കൊടുക്കുക. പക്ഷെ അഥവാ RH നെഗറ്റീവ് ബ്ലഡ് കൊടുത്തു പോയാലും ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഇല്ല. പക്ഷെ ഈ RH നെഗറ്റീവ് ആളുകളിൽ ആന്റി RH എന്ന് പറയുന്ന അല്ലെങ്കിൽ ആന്റി ഡി എന്ന് പറയുന്ന ഒരു ആന്റിബോഡി ഉണ്ടാവും. അപ്പൊ ഇതെന്ത് ചെയ്യുന്ന വെച്ചാല് RH ആന്റിജന് എഗെയിൻസ്റ്റ് ആക്ട് ചെയ്യുന്നതാണ് ആന്റിബോഡിയാണ് RH ആന്റിബോഡി, ആന്റി RH ആന്റിബോഡി ഉണ്ടാവും. അപ്പൊ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ RH പോസിറ്റീവ് ആണ് നമ്മൾ RH നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിന് കൊടുത്താല് ഈ RH നെഗറ്റീവിലുള്ള ആന്റി RH ആന്റിബോഡിയും ഈ ഡൊണേറ്റ് ചെയ്യുന്ന ആളിലുള്ള RH ആന്റിജനും കൂടെ റിയാക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ സെയിം അഗ്ലൂട്ടിനേഷൻ ഉണ്ടാവും. അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ നടക്കും. അവിടെയും കോമ്പാക്ടിബിലിറ്റി പ്രശ്നമാവും, ബ്ലഡ് കട്ട പിടിക്കും. അപ്പൊ RHനെ കുറിച്ച് ഭയങ്കരമായിട്ട് നമ്മൾ ഇതില് ജസ്റ്റ് RH ഡി എന്ന് പറയുന്ന ഒരു ആന്റിജൻ ഉണ്ട്. അത് 80% ആളുകളിലുണ്ട്. അത് പ്രസന്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ RH പോസിറ്റീവ് എന്ന് പറയും, ഇല്ലാത്ത ആളുകളെ നമ്മൾ RH നെഗറ്റീവ് എന്ന് പറയും. ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് RH നെഗറ്റീവ് ബ്ലഡിലേക്ക് RH പോസിറ്റീവ് കൊടുത്താൽ RH നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആന്റി RH ആന്റിബോഡിയും ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിലുള്ള RH ആന്റിജനും കൂടെ റിയാക്ട് ചെയ്യും. എന്നിട്ട് അഗ്ലൂട്ടിനേഷൻ ഫോം ചെയ്യും. ഓർത്ത് വെക്കേണ്ടതാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റലിസ്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റലിസ് എന്ന് ഒരു RH പോസിറ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞു. RH പോസിറ്റീവ് എന്ന് പറയുന്നത് 80 അല്ലട്ടോ, നേരത്തെ 80 ആണ് പറഞ്ഞത് തോന്നുന്നു. 84% ആളുകളിലും 15% ആളുകളിൽ RH നെഗറ്റീവ് ആണ് ഉണ്ടാവും. അപ്പൊ ഈ RH പോസിറ്റീവ് എന്ന് പറയുന്നത് കുറച്ച് ഡോമിനേറ്റിംഗ് ആണ്. അതായത് ഇപ്പം ഒരു RH പോസിറ്റീവ് മെന്നും RH നെഗറ്റീവ് വുമണും കല്യാണം കഴിച്ചാൽ മോസ്റ്റ് ഓഫ് ദി കേസിലും RH ആന്റിബോഡി ഡോമിനേറ്റിംഗ് ആയതുകൊണ്ട് ഉണ്ടാവുന്ന കുട്ടി ഏത് RH പോസിറ്റീവ് ആവാനാണ് സാധ്യത.
ചൈൽഡ് മോസ്റ്റ് കേസിലും RH പോസിറ്റീവ് ആയിരിക്കും. ഇത് തിരിച്ചായാലും, അതായത് RH പോസിറ്റീവ് വുമണും RH നെഗറ്റീവ് മെന്നും ആയാലും കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. കാരണം മദർ പോസിറ്റീവ്, കുട്ടി മോസ്റ്റ് ഓഫ് ദ കേസിൽ പോസിറ്റീവ് ആയിരിക്കും. ഇത് ഇങ്ങനെയാകും, RH പോസിറ്റീവ് മെന്നും RH നെഗറ്റീവ് വുമണും ഉണ്ടാകുന്ന സമയത്ത് കുട്ടി മോസ്റ്റ് ഓഫ് ദ കേസിൽ പോസിറ്റീവ്, RH പോസിറ്റീവ് ആകാനാണ് സാധ്യത. അപ്പൊ ഈ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഈ മദർ ബ്ലഡും ഫീറ്റൽ ബ്ലഡും പ്ലസന്റ് സെപ്പറേറ്റഡ് ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഫസ്റ്റ് ഡെലിവറിന്റെ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ചെറിയൊരു എമൗണ്ട് ഫീറ്റൽ ബ്ലഡ് മദറിന്റെ ബ്ലഡിലേക്ക് പോകും. അപ്പൊ മദർ ഏതാ RH നെഗറ്റീവ്, കുട്ടിയുടെ ബ്ലഡ് എന്താ RH പോസിറ്റീവ്. അപ്പൊ ഇത് രണ്ടും ചെറുതായിട്ടൊരു കുറച്ച് എമൗണ്ട് വരും. മദറിന് കോംപ്ലിക്കേഷൻസ് ഒന്നും വരില്ല. പക്ഷെ മദറിന്റെ ബ്ലഡില് RH ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ ആന്റി RH ആന്റിബോഡി എന്നാണ് പറഞ്ഞത്, അല്ല, RH ആന്റിബോഡീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. അപ്പൊ ഈ RH ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും, അത് മദറിന്റെ ബ്ലഡിൽ ഇങ്ങനെ കിടക്കും. ഇനി സെക്കൻഡ് പ്രഗ്നൻസി വരുമ്പോൾ, സബ്സിക്വന്റ് ആയിട്ടുള്ള പ്രഗ്നൻസി വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഈ പ്ലാസന്റ് വെച്ചിട്ട് മദറിന്റെ ബ്ലഡും കുട്ടിയുടെ ബ്ലഡും സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, ബ്ലഡ് തമ്മിൽ അവിടെയും കണക്ഷൻ വരുന്നില്ല ഫസ്റ്റ് പ്രഗ്നൻസി പോലെ തന്നെ. പക്ഷേ ഈ ആന്റിബോഡീസിന്റെ ഈ RH ആന്റിബോഡീസിന് പ്ലാസന്റ് ക്രോസ് ചെയ്ത് കുട്ടിയുടെ ബ്ലഡിൽ എത്താൻ പറ്റും. ആന്റിബോഡീസ് വന്ന് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്, G ടൈപ്പ്, M ടൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറെ ടൈപ്സ് ഓഫ് ആന്റിബോഡീസ് ഉണ്ട്. നമുക്കൊരു സെപ്പറേറ്റ് ക്ലാസ് ചെയ്യാം, ഓരോ ആന്റിബോഡീസും അതിന്റെ ഫംഗ്ഷൻസിനെയും അതിന്റെ പ്രോപ്പർട്ടീസിനെ ഒക്കെ കുറിച്ചിട്ട്. ഇപ്പൊ മനസ്സിലാക്കുക, ഈ RH ആന്റിബോഡിക്ക് പ്ലാസന്റിനെ ക്രോസ് ചെയ്ത് ഫീറ്റൽ ബ്ലഡിൽ എത്താനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഈ മദർ നെഗറ്റീവ് ബ്ലഡ് ഉള്ള മദറും പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള, അതായത് RH പോസിറ്റീവും RH നോട്ട്, ഓക്കെ, RH നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള മദറും RH പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള കുട്ടിയും, മദറും ചൈൽഡും. ഓക്കെ, ഈ മദറിന്റെ ബ്ലഡിൽ RH ആന്റിബോഡിയും ഉണ്ട്. അപ്പൊ ഈ ആന്റിബോഡി എന്ത് ചെയ്യും? പ്ലാസന്റ്, ഇത് പ്ലാസന്റെയാണ്, പ്ലാസന്റ് ക്രോസ് ചെയ്തിട്ട് കുട്ടിയിലെത്തും. എന്നിട്ട് ഇവിടെ RH ആന്റിബോഡി, അപ്പൊ കുട്ടിന്റെ RH ഉണ്ട്. അപ്പൊ ഇത് രണ്ടും റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കുട്ടിയുടെ ബ്ലഡിന് RBC, ഈ RH ആന്റിബോഡി എവിടെയാണുള്ളത്? RBCയുടെ സെൽ മെമ്പറിന്റെ മോളാണുള്ളത്. അപ്പം ഈ ആന്റിജനെ ഡിസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താ? RBC ഡിസ്ട്രക്റ്റഡ് ആവും. അപ്പം എന്താ? സ്വാഭാവികമായിട്ടും RBCയുടെ എമൗണ്ട് കുട്ടിയിൽ കുറവ് വരും. അപ്പൊ കുട്ടിക്ക് ജോണ്ടിസ്, പിന്നെ അത് ഭയങ്കര സിവിയർ കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ കേണിക്ട്രസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരും. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുട്ടിയുടെ IQ ലെവലിനെ എഫക്ട് ചെയ്യാം. ജോണ്ടിസ് വന്ന് ഭയങ്കര സിവിയർ ആയാൽ അത് ഫീറ്റൽ, അതായത് ഡെത്ത് ഓഫ് ദ ചൈൽഡ് വരെ നയിക്കാൻ സാധ്യത ഉള്ളതാണ് ഈ ഒരു കണ്ടീഷൻ. അപ്പൊ ഇതിന് നമുക്കുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞു, ഫസ്റ്റ് പ്രഗ്നൻസിയിലാണല്ലോ ഈ ബ്ലഡിന്റെ മിക്സിങ്ങും അതുപോലെ തന്നെ RH ആന്റിബോഡിയുടെ ഫോർമേഷനും നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് പ്രഗ്നൻസി കഴിയുമ്പോൾ ഈ RH ആന്റിബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ആന്റി RH ആന്റിബോഡീസ് കൊടുക്കണം. മദറിന് ഫസ്റ്റ് പ്രഗ്നൻസി, ഫസ്റ്റ് ഡെലിവറി കഴിയുമ്പോൾ ആന്റി RH ആന്റിബോഡി കൊടുക്കണം. അപ്പൊ ഈ RH ആന്റിബോഡി ഇല്ലാതാവും. അപ്പൊ എന്ത് ചെയ്യില്ല, അടുത്ത സബ്സിക്വന്റ് ആയിട്ടുള്ള പ്രഗ്നൻസിയിൽ പിന്നൊരു പ്രശ്നം വരില്ല. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? ജസ്റ്റ് ഒന്ന് ക്വിക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇത് മാത്രം പഠിച്ചാൽ മതി. ബ്ലഡ് ഗ്രൂപ്പിംഗ് നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് പറഞ്ഞു, RH ബ്ലഡ് ഗ്രൂപ്പിംഗ് പറഞ്ഞു, എറിത്രോബ്ലാസ്റ്റോസിസ്, ഫീറ്റാലിസിസ് പറഞ്ഞു. അപ്പൊ ഇതിൽ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് നമ്മൾ എന്താ പറഞ്ഞത്? RBCയുടെ മുകളിൽ ആന്റിജൻസ് ഉണ്ടാവും. ഗ്ലൈക്രോ പ്രോട്ടീൻ ആണ് ആന്റിജൻ എന്ന് പറയുന്നത്. അത് ഏതാണ് പ്രസന്റ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ബ്ലഡ് ഗ്രൂപ്പിംഗ് തീരുമാനിക്കുന്നത്. അത് A ആവാം, B ആവാം. A ഉണ്ടെങ്കിൽ A ബ്ലഡ് ഗ്രൂപ്പ്, B ഉണ്ടെങ്കിൽ B ബ്ലഡ് ഗ്രൂപ്പ്, രണ്ടും ഉണ്ടെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പ്, രണ്ടും ഇല്ലെങ്കിൽ O ബ്ലഡ് ഗ്രൂപ്പ്. ഇനി ഈ RBCന്റെ ചുറ്റുമുള്ള പ്ലാസ്മയിൽ ഈ ആന്റിജൻ ഏതാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റിബോഡി ഉണ്ടാവും. A ആന്റിജൻ ഉണ്ടെങ്കിൽ B ആന്റിബോഡി അല്ലെങ്കിൽ ആന്റി B ആന്റിജൻ ഉണ്ടെങ്കിൽ ആന്റി A. ഇനി രണ്ട് ആന്റിജൻ ഉണ്ടെങ്കിൽ ആന്റിബോഡി ഉണ്ടാവില്ല. ഇനി രണ്ട് ആന്റിജനും പ്രസന്റ് അല്ലെങ്കിൽ ആന്റി എയും ആന്റി ബിയും ഉണ്ടാവും ഇവിടെ പ്ലാസ്മയിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ABO ബ്ലഡ് ഗ്രൂപ്പ്. ഇനി നമ്മൾ ഇതിൽ ഡോണറിനെ കുറിച്ച് പറഞ്ഞു. ഡോണറിനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ ആന്റിജനും റിസീവ് ചെയ്യുന്ന ആളുടെ ആന്റിബോഡിയും സെയിം ആകരുത്, സെയിം ആയാൽ അഗ്ലൂട്ടിനേഷൻ നടക്കും. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. അപ്പം A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആള് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അയാളത് ഏതാണ്? A ആന്റിജൻ ആണ്. അപ്പൊ നമ്മൾ റിസീവ് ചെയ്യുന്ന ആളുടെ ആന്റി A ആന്റിജൻ ഉണ്ടാവാൻ പാടില്ല. അപ്പം ഈ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ ഏതാ? A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്ക് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ കോളം പഠിച്ചാൽ മതി കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടെ ഈസി. ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കാന്നുള്ളതാണ്. A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്ക് എക്കും ഓക്കും ഡൊണേറ്റ് ചെയ്യാം, B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്ക് ബിക്കും ഓക്കും ഡൊണേറ്റ് ചെയ്യാം. AB ഉള്ള ആൾക്ക് ഏതൊക്കെ റിസീവ് ചെയ്യാം? AB, A, B, O എല്ലാം റിസീവ് ചെയ്യാം. ബിക്കോസ് അവരുടെ ബോഡിയിൽ ആന്റിബോഡീസ് ഇല്ല, അതുകൊണ്ട് റിയാക്ഷൻ നടക്കൂല. അപ്പം AB എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആണ്. O എന്ന് പറയുന്നത് എന്താ? അതിൽ ആന്റിജൻ ഇല്ല, അപ്പൊ ആർക്ക് വേണമെങ്കിലും ഡൊണേറ്റ് ചെയ്യാം. അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഡോണർ ആണ്. ഓക്കെ,
പിന്നെ നമ്മൾ പറഞ്ഞു 85% ആളിൽ RH റീസസ് മങ്ങിയിൽ പ്രസന്റ് ആയിട്ടുള്ള പോലെയുള്ള RH പോലെയുള്ള ഒരു RH ആന്റിജൻ ഉണ്ട്. ഇത് പ്രസന്റ് ആണെങ്കിൽ പോസിറ്റീവ് എന്ന് പറയും, ഇത് ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് എന്ന് പറയും. ഇനി എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് എന്താ പറഞ്ഞത്? മെന്ന് കല്യാണം കഴിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കുമ്പോൾ ആ പുരുഷൻ പോസിറ്റീവും സ്ത്രീ നെഗറ്റീവും ആണെങ്കിൽ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് RH ആന്റിജൻ ഡോമിനേറ്റിംഗ് ആയതുകൊണ്ട് കുട്ടി പോസിറ്റീവ് ആണുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഫസ്റ്റ് പ്രഗ്നൻസിന് പ്രശ്നമില്ല. സെക്കൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസിന് എന്ത് ചെയ്യും? ഫസ്റ്റ് പ്രഗ്നൻസിന്റെ ഡെലിവറിയുടെ സമയത്ത് ഈ ചെറിയ എമൗണ്ട് ഫീറ്റൽ ബ്ലഡും മെറ്ററൽ ബ്ലഡും മിക്സ് ആവും. എന്നിട്ട് RH ആന്റിബോഡി പ്രൊഡ്യൂസ് ആവും. അത് മദർ ബ്ലഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ സെക്കൻഡ് ഡെലിവറി നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പ്ലാസിനെ ക്രോസ് ചെയ്ത് ഈ ആന്റിബോഡി പോയിട്ട് കുട്ടിയുടെ റെഡ് ബ്ലഡ് സെല്ലിനെ ഡിസ്ട്രക്ട് ആവും. അപ്പൊ കുട്ടിക്ക് ജോണ്ടിസ്, കേണിട്രസ്, അതുപോലെ തന്നെ ഉള്ള സിവിയർ കണ്ടീഷൻ, മെന്റൽ പ്രശ്നങ്ങളുള്ള കണ്ടീഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡെലിവറി കഴിയുന്ന സമയത്ത് RH നെഗറ്റീവ് മദർ ആണെങ്കിൽ കുട്ടി RH പോസിറ്റീവും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? RH ആന്റിബോഡി മദറിന് കൊടുക്കാം. ഇത്രയും കാര്യം നമ്മൾ എന്ത് പഠിച്ചത്. അപ്പം എല്ലാവരും എന്ത് ചെയ്യാം? APO ബ്ലഡ് ഗ്രൂപ്പിനും RH ബ്ലഡ് ഗ്രൂപ്പിനും അതുപോലെ തന്നെ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസും പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പെൻഡിങ് ആയിട്ടുണ്ട്. ഏത്? ഫോംഡ് എലമെന്റ്സ്. അപ്പൊ അതും എല്ലാവരും ഒന്ന് പഠിച്ചിട്ട് വരിക. അപ്പൊ നമുക്ക് ഫോംഡ് എലമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസും ഈ ബ്ലഡ് ഗ്രൂപ്പിന്റെ ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് അടുത്ത ബാക്കിയുള്ള നമുക്ക് എന്തിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്? ഹാർട്ടിനെ കുറിച്ചും അതിൽ ബ്ലഡ് സർക്കുലേഷനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ.